നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മുമ്പ് ഞാൻ കണ്ടത് ഈ പെൺകുട്ടിയെ തന്നെയാ. പക്ഷേ എല്ലാവരും തോന്നലാണോന്ന് ഇടയ്ക്കൊക്കെ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ അതെന്റെ തോന്നലല്ല. അതാ ശ്യാമയുടെ മകള് എന്ന് പറഞ്ഞ ഐശ്വര്യയുടെ ശത്രു. ആ കുട്ടി ശ്യാമയുടെ തനി പകർപ്പാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. അവരെ ശ്രീകൃഷ്ണപുരത്താണ്. എന്നിട്ടും തിരഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാ അതല്പം മോശമാണല്ലോ ഐശ്വര്യ. ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. 1-2 വർഷങ്ങളായിട്ട് അത് മുടങ്ങിക്കിടക്കായിരുന്നു. ഇവിടുത്തെ ഷൂട്ട് ദിവസം ഞാൻ നടയിൽ നിന്ന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. സത്യം പറഞ്ഞ ഒരു പരാതി പോലെ ഭഗവാനോട് അതൊക്കെ പറയുകയും ചെയ്തു. അന്ന് രാത്രി ഹോട്ടലിൽ ചെന്നപ്പോ എനിക്കൊരു കോൾ വന്നു. ആ പ്രോജക്റ്റ് ലൈവായി. അടുത്ത മാസം അതിന്റെ ഷൂട്ടിംഗ് ആണ്. അത് നന്നായല്ലോ. പ്രോജക്റ്റ് നോക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വീണ്ടും വരുന്നുണ്ട്. എല്ലാ വഴിപാടും കഴിക്കണം. പിന്നെ തിരുമേനി, ഞാൻ അങ്ങേ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെന്ന് കരുതരുത്. എന്തിനാ അങ്ങനെയൊക്കെ സംശയിക്കുന്നത്? ചോദിച്ചോളൂ. എന്നെ കൊണ്ടാവുന്ന സഹായമാണെങ്കിൽ ഞാൻ ചെയ്യാം. തിരുമേനിക്ക് ഈ ഗ്രാമത്തിൽ എല്ലാരും അറിയായിരിക്കുമല്ലോ. വീട്ടിലാണെ അച്ഛനും അമ്മയും എന്റെ വിവാഹത്തിന്റെ കാര്യവും പറഞ്ഞ് പ്രഷർ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. എനിക്കാണെങ്കിലേ വിവാഹത്തെക്കുറിച്ചുള്ള ഒരേ ഒരു കൺസെപ്റ്റ് ഒരു നാടൻ പെൺകുട്ടി ആയിരിക്കണമെന്നാ. ദൈവഭയത്തോട് ജീവിക്കുന്ന ഒരു കുട്ടി. അല്ല, അങ്ങയുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചാൽ നന്നായിരുന്നു. ഈ നാട്ടിൽ കുട്ടികൾ ഒരുപാട് പേരുണ്ട്. പിന്നെ ഈ വിവാഹത്തിന്റെ കാര്യം എന്നൊക്കെ പറയുമ്പോ എന്റെ ഒരു വിശ്വാസത്തില് അതൊക്കെ ദൈവത്തിന്റെ തീരുമാനമാണെന്നാ. അങ്ങനെ നിങ്ങൾക്ക് ഈ നാട്ടിൽ നിന്നൊരു കുട്ടിയെ വിധിച്ചിട്ടുണ്ടെങ്കിൽ അതേതെങ്കിലും വഴിക്ക് അവിടെ എത്തിച്ചേരും. ഏയ് എന്ന് കരുതി ഞാൻ അന്വേഷിക്കില്ല എന്നല്ല കേട്ടോ. അന്വേഷിക്കാം. തൊഴുതോളൂ. മോളെ, ഞാൻ കാവ് വരെ ഒന്ന് പോയിട്ട് വരാം. അച്ഛനോട് ഞാനൊന്നും പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി താനാണ്. അത് ഞാൻ സൗകര്യം പോലെ പറഞ്ഞോളാം. അപ്പോഴേ എന്റെ ആപ്ലിക്കേഷൻ ഒന്ന് പരിഗണിക്കണം കേട്ടോ.
ഐശ്വര്യയുടെ വിളി കേട്ടപ്പോ ഞാൻ കരുതി ഏട്ടന് ശരിക്കും എന്തോ സംഭവിച്ചു. ആളുടെ മനസ്സിലെന്തോ കാര്യമായിട്ട് തട്ടിയിട്ടുണ്ട്. അതാ പെട്ടെന്നിങ്ങനെ. അതിന്റെ കാരണം കൽപ്പനയാ. വല്യച്ഛന്റെ മനസ്സ് കീറുന്ന രീതിയിലായിരുന്നു കൽപ്പനയുടെ പെർഫോമൻസ്. വല്യച്ഛൻ വീഴുന്നാ കരുതിയത്. അങ്ങനെ ഒരു വീഴ്ചയ്ക്ക് അധിക സമയം ഉണ്ടാവില്ല. കണിമംഗലത്തെ കാര്യങ്ങളെല്ലാം ചിലപ്പോ ചന്ദ്രേട്ടൻ നോക്ക് നിശ്ചയിക്കുകയും ചെയ്യും. എവിടെ നോക്കി നടക്ക? സോറി. കണ്ടൂടെ? സോറി. ഓ സാരമില്ല. സോറി. ശരി. കഷ്ടം. കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ നിമിഷം എല്ലാം വെളിവായനെ. ഇതെങ്ങനെ ഈ പെൺകുട്ടി അപ്രത്യക്ഷമാവുന്നത്? ഛേ. മുമ്പ് ഞാൻ കണ്ടത് ഈ പെൺകുട്ടിയെ തന്നെയാ. പക്ഷേ എല്ലാം ഒരു തോന്നലാണോന്ന് ഇടയ്ക്കൊക്കെ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ അതെന്റെ തോന്നലല്ല. അതാ ശ്യാമയുടെ മകള് എന്ന് പറഞ്ഞ ഐശ്വര്യയുടെ ശത്രു. ആ കുട്ടി ശ്യാമയുടെ തനി പകർപ്പാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. അവരെ ശ്രീകൃഷ്ണപുരത്താണ്. എന്നിട്ടും തിരഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാ അതല്പം മോശമാണല്ലോ ഐശ്വര്യ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.